നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്ലൗസാണ്, റെഡിമെയ്ഡ് ബ്ലൗസ്. എന്തോരം പേരാണോ ചോദിക്കുന്നത്, ബ്ലൗസ് 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നെന്ന് പറയാം, എന്നാന്നറിയാം, ഓണമൊക്കെ എടുക്കാറായില്ലേ, കേരള സാരിയുടെ കൂടെയൊക്കെ എടുക്കണ്ടേ, അജ്രക്ക് വേണം, കലങ്കാരി വേണം, പാർട്ടി വെയർ വേണം, എല്ലാം വേണം. ഞാൻ ഇന്ന് കാണിക്കുന്നത് മെയിന് അജ്രക്ക് പ്രിൻറ്റ്, കലങ്കാരി പ്രിൻറ്റ്, പിന്നെ പ്രിന്റഡ് ബ്ലൗസ്, അങ്ങനെ കുറച്ച്. പാർട്ടി വെയർ എന്ന് കാണിക്കുന്നില്ല, പാർട്ടി വെയർ അടുത്ത ദിവസം കാണിക്കും. ഇന്ന് തന്നെ ഒരു കൊട്ടയുണ്ട് കാണിക്കാൻ, കാരണം നമുക്കിത് ഓർഡർ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി കാണിച്ചു കഴിഞ്ഞാൽ. അത് ബ്ലൗസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ദയവായി ഞാൻ ഈ പറയുന്നത് കേൾക്കണം, സ്കിപ്പാക്കി കളഞ്ഞിട്ട് പിന്നെ എന്നാ പറഞ്ഞ കംപ്ലൈൻറ്റ്സ് ആയിട്ട് വരരുത്. കംപ്ലൈൻറ്റ്സ് ആയിട്ട് അങ്ങനെ വരാറില്ല, അതായത് കേൾക്കാതെ പോകരുത്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് ആണ് അതിന് വലിയൊരു പ്രചാരം വന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇതിപ്പം നമ്മൾ 36, 38, 40 ഇങ്ങനെ സൈസുകളിലാണ് കാണിക്കുന്നത്. ഈ 36, 38, 40 പറയുന്നത് നമ്മുടെ ബ്രാ സൈസാണ്, അല്ലാതെ കുർത്തി എടുക്കുന്ന സൈസല്ല. കുർത്തിയുടെ സൈസ് എന്ന് പറയുമ്പോൾ 38 എന്ന് പറഞ്ഞാൽ മീഡിയമാണ്, ആ സൈസ് അല്ല നോക്കേണ്ടത്, നമ്മളുടെ ബ്രാ സൈസാണ്. 36 സൈസിലുള്ള ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞാൽ 36 സൈസ് വരെ ഉള്ള ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് 28 ആട്ടെ, 30 ആട്ടെ, 32 ആട്ടെ, 36 ആട്ടെ, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. 36 സൈസ് മേളിലോട്ടുള്ളവർ 36 സൈസ് എടുക്കരുത്. അവരുടെ സൈസ് 38 സൈസാണ്, 36 എടുക്കരുത്. എപ്പോഴും ഒരു സൈസ് പുറകിലേക്ക് എടുക്കരുത്, കൂടിയെടുത്തു. 32കാർ 36 എടുത്തു, ഒരു കുഴപ്പമില്ല. അതുപോലെ 40 സൈസ് എന്ന് പറഞ്ഞാൽ ഈ 36കാർക്ക് ഉപയോഗിക്കാം, 38കാർക്ക് ഉപയോഗിക്കാം, 28കാർക്ക് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ തന്നെ എന്നാ ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു കുർത്തി എടുത്താൽ, അപ്പം നിങ്ങൾ ചോദിക്കും, കുർത്തി എടുത്താൽ എൻ്റെ സൈസ് ലാർജ് ആണെങ്കിൽ ഞാൻ അതിനകത്ത് എക്സൽ സൈസ് എടുത്താൽ എനിക്ക് എങ്ങനെ ശരിയാകും എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ആലോചന വരും. ഇത് ഓൾട്ടർ ചെയ്യുമ്പോൾ ഷോൾഡർ ഒരു വിധത്തിലും നമുക്ക് ഓവറായി പോകത്തില്ല. ഓൾട്ടർ ചെയ്താണ് ഇത് എടുക്കുന്നത്. നമ്മളുടെ ചെസ്റ്റിൻ്റെ അവിടെ ഈ ഭാഗം, കൈയുടെ വണ്ണം ഇത് ഓൾട്ടർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് ആൾക്കാർക്ക് കറക്റ്റാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, വെച്ച് തയ്ച്ച പോലെയാണ് ഇരിക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ അളവെടുത്ത് തയ്ക്കുന്നതിനെ കഴിഞ്ഞ് കറക്റ്റാന്ന് ഇഷ്ടംപോലെ ഫീഡ്ബാക്ക് തന്നിട്ടുള്ളവരുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, നമ്മുടെ സൈസിനെ കഴിഞ്ഞ് കുറഞ്ഞ സൈസ് എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം 38 സൈസ് ബ്രാ ഇടുന്ന ഒരാളുടെ ബോഡി ഷേപ്പ് എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കും. 38 സൈസ് ബ്രാ ഇടുന്ന എല്ലാവരുടെയും ബോഡി ഷേപ്പ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലരുടെ കൈക്ക് വണ്ണം കൂടുതൽ കാണും, ചിലരുടെ വലത് കൈക്ക് വണ്ണം കൂടുതൽ കാണും, ഇടത് കൈക്ക് വണ്ണം കൂടുതൽ കാണത്തില്ല. ചിലരുടെ ഷോൾഡർ വിരിഞ്ഞതായിരിക്കാം, കുറേ ഇങ്ങനെ വിരിഞ്ഞതായിരിക്കും, ഉള്ളവരുടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിരിക്കാം. ഇവിടെയോട്ടൊക്കെ നമുക്ക് ഈ ഫ്ലാപ്പ് ഒത്തിരി അങ്ങനെ ഫാറ്റ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ളവർ കാണും. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഒരേ സൈസാണെന്ന് വിചാരിക്കരുത്. നമ്മളത് ഓൾട്ടർ ചെയ്യേണ്ടി വരും. ഓൾട്ടർ ചെയ്യേണ്ടി വന്നാൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാ ചോദിച്ചാൽ, നമ്മൾ ഒരു കുർത്തി എടുത്തു കഴിഞ്ഞാൽ ഓൾട്ടർ ചെയ്യുന്നത് എങ്ങനെയാണ്, സൈഡ് ഷേപ്പ് ചെയ്യൽ, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. പിന്നെ ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഒന്നുമില്ല. വൺസ് നിങ്ങളിത് പർച്ചേസ് ചെയ്താൽ പർച്ചേസ് ചെയ്താണ്. പിന്നെ ഒരു യാതൊരു ഇതുമായിട്ട് വന്നാലും ഞാൻ പറയും, ഞാൻ ഒരിക്കലും നിർബന്ധിച്ച് ആരും എടുക്കത്തില്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുക. ഈ ബ്ലൗസിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ അതുകൊണ്ട് ഡിമാൻഡ് വെക്കുകയല്ല. കാരണം ബ്ലൗസ് ഇട്ട് നോക്കി, ശരീരത്ത് നോക്കി, ഇട്ടെല്ലാം നോക്കി, അതിന് തിരിച്ചിവിടെ വന്ന് വീണ്ടും കൊടുത്ത് അത് ശരിയാകത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ബ്ലൗസിന് റിട്ടേൺ എടുക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ആദ്യത്തേത് 36 സൈസ് അല്ലേ, 36 സൈസിൻ്റെ ഒരു ബ്ലൗസായത്. അപ്പോൾ 36 സൈസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇത് കണ്ടോ, ഇത്രയും ബാലൻസ് ഉണ്ട്. അതായത് ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ ഒരു 1.5 ഇഞ്ചോളം വരും. ഇത് വേണമെങ്കിൽ 38 സൈസ് വരെ ആക്കാം, പക്ഷെ ഞാനത് പറയുന്നില്ല. നമുക്കിത് ഓൾട്ടർ ചെയ്ത് വേണമെങ്കിൽ 38 സൈസ് വരെ ആക്കാം. പക്ഷേ ഞാനത് ആക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ബോഡി ഷേപ്പ് ഒരുപോലെ ആയിരിക്കും. ചിലർക്ക് ഇവിടെ കൊണ്ട് വണ്ണം കൂടുതൽ കാണും. അവരോട് അത് കേട്ടിട്ട് അവരത് എടുത്തിട്ട് പറയും, വിദ്യ പറഞ്ഞില്ലേ, ആക്കാം എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ എടുത്തതെന്ന് പറയും. പക്ഷെ പലർക്കും പറ്റും. അതായത് ഇവിടെ 1 ഇഞ്ച്, 1.5 ഇഞ്ച്, ഇവിടെ 1.5 ഇഞ്ച്, 3 ഇഞ്ച് നമുക്ക് ഇതിനകത്ത് കൂട്ടിയെടുക്കാം. പക്ഷെ ഞാനത് പറയുന്നില്ല. 36 സൈസ് വരെയുള്ളവരെ 36 സൈസ് എടുക്കാവുള്ളൂ. അതിന് മേളിലോട്ടുള്ളൂ 40 സൈസ് വരെയുള്ളവർ. അതേസമയം 36 പറയുമ്പോൾ മൊത്തം കൺഫ്യൂഷനായി പോകുന്നുണ്ടായിരിക്കും അല്ലേ. 40 സൈസിൻ്റെ ഒരു ബ്ലൗസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രാ സൈസ് 36 ആണെങ്കിലും 28 ആണെങ്കിലും 32 ആണെങ്കിലും നിങ്ങൾക്ക് അത് ഓൾട്ടർ ചെയ്ത് ഓക്കെ ആക്കി എടുക്കാം. ഷോൾഡർ ഇറങ്ങി പോകത്തില്ല. ഷോൾഡർ എന്ന് പറയുന്നത് എല്ലാത്തിലും ഇത്ര ഉള്ളൂ, ഉണ്ടോ. ഷോൾഡർ ഇറങ്ങി ഭയങ്കരമായിട്ട് പോകത്തില്ല. കൈയുടെ വണ്ണവും കൂട്ടണം, ഉടലിൻ്റെ വണ്ണവും കൂട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കൂടി പറയണം, റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. ഇതാണ് ആദ്യത്തെ ബ്ലൗസ്. പിന്നെ ഇത് നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ഉറപ്പായിട്ട്
കറക്റ്റ് സ്ക്രീൻഷോട്ടിൽ ആ നമ്പർ കൂട്ടി മാത്രമേ എടുക്കാവുള്ളൂ. നമ്പരും വിലയും അതിൽ കിടപ്പുണ്ട്, സൈസും അതിൽ കിടപ്പുണ്ട്. അത് കൂട്ടിയേ ഇങ്ങോട്ട് അയക്കാവുള്ളൂ. അത് സ്ക്രീൻഷോട്ടിൽ നമ്പരും സൈസും ഇല്ലെങ്കിൽ നമ്മൾ റിപ്ലൈ തരാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ ബുക്ക് ചെയ്യുമ്പോൾ നമ്പർ മാത്രമേ ഉള്ളൂ, ബ്ലൗസ് ഇല്ല. ഇതാണ് ആദ്യത്തെ കലങ്കാരി പ്രിന്റ് വരുന്ന ഡാർക്ക് മെറൂൺ. എല്ലാ ഒക്കേഷൻസിനും നല്ലതാണ്, പ്രത്യേകിച്ചും സെറ്റ് സാരി, കേരള സാരി, അങ്ങനത്തെ സാരികൾക്കെല്ലാം നല്ലതാണ്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. ഇന്ന് കാണിക്കുന്നതെല്ലാം തന്നെ ഫ്രണ്ട് ഓപ്പൺ ആണ്, ബാക്ക് ഓപ്പൺ ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഫ്രണ്ട് ഓപ്പൺ ആണ്. ബാക്ക് നെക്ക് ഇങ്ങനെ പാഡഡ് ആണ്. ഇതിനകത്ത് ഒത്തിരി വലിയ പാടല്ല, പാഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പാട് പ്രിൻസസ് കട്ടാണ്. പാട് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി ഇവിടെ അഴിക്കൂലോ, അപ്പോൾ ആ കൂട്ടത്തിൽ പാടും കൂടെ എടുത്ത് കളഞ്ഞാൽ മതി. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പാടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും അതിനകത്തില്ല. നല്ല ബോഡി ഷേപ്പിലിരിക്കും, അത്ര ഉള്ളിനകത്ത്. നല്ല കോട്ടൺ ആണ്, നല്ല ലൈനിങ്ങും എല്ലാം ഇട്ട് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ്, അതായത് ഇതുപോലെ ലൈനിങ്ങും ഇട്ട് പാഡും ഒക്കെ വെച്ച് തയ്ക്കുമ്പോൾ ആകുന്ന സ്റ്റിച്ചിങ് ചാർജ് പോലും ഒരു ബ്ലൗസ് കംപ്ലീറ്റ് ചെയ്തതിന് ആകുന്നില്ല. കംപ്ലീറ്റ് നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തിരിക്കുന്നതാണ്. ഒരു 3 ബ്ലൗസ് വരെ ഒറ്റ ഷിപ്പിംഗ് ചാർജിൽ പോകും. ഞാൻ ഇതിൻ്റെ സൈസോ വിലയോ ഒന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഇങ്ങനെ കാണിച്ചു പോകുന്നേ ഉള്ളൂ. ഇതെല്ലാം സ്ക്രീനിലുണ്ട്, അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇതതിൻ്റെ ബ്ലാക്ക് കലങ്കാരിയാണ് ഇതെല്ലാം. ബാക്ക് നെക്ക് ഇങ്ങനെ, ബാക്ക് നെക്ക് ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് ഇറങ്ങിയിട്ടില്ല, ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഓവറായിട്ട് ഇറങ്ങിയിട്ടുമില്ല, എന്നാൽ തീരെ ക്ലിയറിയല്ല ഇരിക്കുന്നത്. ഒരു നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇത് കലങ്കാരിയല്ല, നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ്. നിങ്ങൾക്ക് പ്ലെയിൻ സാരി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കേരള സാരിയുടെ കൂടെയോ അങ്ങനെ ഇതിന് വേണ്ടി കേരള സാരിയുടെ ഗോൾഡ് കസവ് വരുന്നതിന് നന്നായിട്ട് ചേരും, നല്ല ഭംഗിയായിരിക്കും. ഒരേപോലെ ഇത്രയും വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതയ്ക്കുന്നു. ഇത് കാണിച്ചതല്ലേ? അല്ല, ഇത് മുമ്പത്തേൻ്റെ ഡാർക്ക്, കലങ്കാരിയുടെ ഡാർക്ക്. ഇതിപ്പോൾ നമ്മൾ സൈസ് അനുസരിച്ച് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കണ്ടത് തന്നെ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കാണും, 36-നകത്തും 38-നകത്തും ഒക്കെ. അപ്പോൾ ആ സൈസിൽ അതുണ്ടെന്നുള്ളതാണ്. ഇതിപ്പോൾ വന്നിട്ട് ഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേയുടെ ഡാർക്ക് ഷെയ്ഡാണ്. പിന്നെ ഇതിൽ കൂടെ സൈസ് ഒരു യെല്ലോയുടെയോ അല്ലെങ്കിൽ തവിട്ട കളർ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. ബാക്ക് നെക്ക് ഇങ്ങനെ. ഇത് അടുത്തത് ബ്ലാക്ക്. എല്ലാത്തിൻ്റെയും കൂടെ ഇടാം, ഒത്തിരി സാരികളുടെ കൂടെ ഇടാം. മെറൂണിൻ്റെ കൂടെ ഇടാം, ബ്ലാക്കിൻ്റെ കൂടെ ഇടാം, ബ്ലാക്ക് കാര്യമുള്ളതിൻ്റെ കൂടെ ഇടാം, മെറൂൺ പ്ലെയിൻ സാരിയുടെ കൂടെ ഇടാം, ബ്ലാക്ക്, അങ്ങനെ പലതിൻ്റെയും കൂടെ ഇടാം. ഇത് കുറേ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരുമ്പോൾ ഒരു സമയമാവുമല്ലോ. ഇത് ഒന്ന് കാണിച്ചാണോ? സൈസ് മിക്സഡ് ആണോ? ഇങ്ങനെ തന്നെ ഇട്ടാൽ മതിയോ? കുഴപ്പമില്ലല്ലോ. സൈസ് മിക്സായി പോവോ? ബ്ലൗസിൻ്റെ കാര്യത്തിൽ കച്ചവടം വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ കച്ചവടം മീൻസ് ഓർഡർ എടുക്കാൻ ആവശ്യക്കാരേ ഉള്ളൂ, മുഴുവൻ ആവശ്യക്കാരാണ്. കാരണം എന്നാന്നറിയോ, ഇപ്പോൾ ഒത്തൊരു ബ്ലൗസൊക്കെ തയ്ച്ച് കിട്ടണമെങ്കിൽ ഒന്നാമത് ഇപ്പോഴത്തെ സമയത്ത് സ്റ്റിച്ചിങ്ങിനൊക്കെ നല്ല തിരക്കല്ലേ, എല്ലായിടത്തും തിരക്കൊക്കെ ആയി തുടങ്ങിയല്ലോ, ഓണത്തിൻ്റെതായ തിരക്കുകളൊക്കെ വന്ന് തുടങ്ങിയല്ലോ. അപ്പം നമുക്ക് തന്നെ ഇതൊന്ന് ഓൾട്ടർ ചെയ്തിടുന്ന പാടില്ല. അതുകൊണ്ടായിരിക്കും നമ്മുടെ ഷോപ്പിലും ധാരാളം പേര് അന്വേഷിച്ച് വരുന്നുണ്ട്, റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ. ഇപ്പോൾ ഷോപ്പിൽ വന്ന് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നവർ ഈ ദിവസങ്ങളിൽ വന്ന് ഉറപ്പായിട്ട് ഇതെല്ലാം ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് നോക്കി തുണിയെല്ലാം വെച്ച് നോക്കി എടുക്കാം. എന്താണേലും ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്താലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്താലും ഇതിന് റിട്ടേണും എക്സ്ചേഞ്ചും ഇല്ല, റീഫണ്ടും ഇല്ല, ക്യാൻസലേഷനും ഇല്ല. ഞാൻ എല്ലാത്തിനും അങ്ങനെ പറയാറില്ലല്ലോ. ഇതിന് ബ്ലൗസിനും ചില ഐറ്റംസും അങ്ങനെയാണ്, നമുക്കങ്ങനെ പറ്റില്ലാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ പോളിസി പറയുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, 1000 പേര് വാങ്ങിച്ചതിൽ ഒരു 2-3 പേര്, അത് നമ്മുടെ കുറ്റമല്ല, അവരുടെ ബോഡിയുടെ ഇതുകൊണ്ട് അവർ മനസ്സിലാക്കാതെ വാങ്ങിച്ചത് കൊണ്ട് ചിലർക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ റിട്ടേൺ ഒരാളുടെ 1 പ്രാവശ്യം കൊണ്ട് റിട്ടേൺ എടുത്തു. അതായത് ഓൾട്ടർ ചെയ്യാൻ പോകാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഒക്കെ റിട്ടേൺ വന്നിട്ടുണ്ട്. ഓൾട്ടർ ചെയ്യാവുന്നവരൊക്കെ ഇത് എടുക്കാവുള്ളേ. കാരണം എന്നാന്ന് ചോദിച്ചാൽ എന്താണേലും നമുക്ക് ചെറിയ ഓൾട്ടറേഷൻസ് വേണ്ടി വരും, വലിയതൊന്നും വേണ്ട. സൈഡ് അടിക്കുക അത്രേ ഉള്ളൂ സംഭവം, അല്ലെങ്കിൽ ഒന്ന് അഴിച്ച് വിട്ടിട്ട് കറക്റ്റ് ഷേപ്പിൽ അടിക്കുക അത്രേ ഉള്ളൂ. ഇതേ സൈസ് ഉണ്ടല്ലോ അല്ലേ, സൈസൊക്കെ അറിയാലോ അല്ലേ. ഇത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾ ഓർക്കരുത്, മേളിൽ സൈസ് മാറുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഓർക്കും ഇത് തന്നെ ഒരെണ്ണം തന്നെ പിന്നെയും കാണിക്കുന്നതെന്ന് ഓർക്കരുത്, സൈസ് മാറുന്നുണ്ട് മേളിലത്തെ സ്ക്രീനിൽ. കൈയുടെ ലെങ്ത് ഇവിടെ എൽബോയുടെ അവിടെ വരെയുള്ള ലെങ്ത് കേട്ടോ, എൽബോയുടെ നേരെ മേളിൽ നിൽക്കും.
ഇത് വന്നിട്ട് ഒരു ഇച്ചിരി ഒരു ചെറിയ മിക്സ് ആയിട്ടുള്ള പോളി കോട്ടൺ അല്ലെങ്കിൽ ഇച്ചിരി മിക്സ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്ലോ ഒക്കെ ഉള്ള ഒരു മെറ്റീരിയലാണ്. നമ്മുടെ കോട്ടൻ്റെ അതല്ല, അതിനും വരുന്നുണ്ട്. ഇതാണ് പ്രിന്റ്, കണ്ടോ? ഗ്രീനും പീച്ചും എല്ലാം കൂടെ കലർന്ന ഒരു പ്രിന്റ്. ഇതെല്ലാം 40 സൈസ്. 40 സൈസ് ഉള്ള എടുക്കുവാണെങ്കിൽ ഇപ്പം 30 സൈസ് ഉള്ളയാൾക്കും 40 സൈസ് എടുക്കാം. കാരണം ഇത് ഓൾട്ടർ ചെയ്യണം. ഓൾട്ടർ ചെയ്ത് കൈയെല്ലാം ഇപ്പം ഇത്രയും വലിയ കൈയൊന്നും കാണില്ല, ഇത്രയും കൈയേ ഉള്ളൂ. അപ്പം നമ്മളുടെ അളവിനെടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയണം. ചെറിയൊരു തുമ്പ് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചുളുങ്ങിയിരിക്കും. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ 40 സൈസ് ആയിരിക്കും. കാരണം കൂടുതൽ പേർക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് 40 സൈസ് എടുക്കുന്നത്. 40 സൈസ് എടുക്കുന്ന ആൾക്ക് 42 ആണ് ബ്രാ സൈസ് എങ്കിൽ പോലും ഈസി ആയിട്ട് ഇത് വലുതാക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടത് എടുക്കണ്ട, നിങ്ങളുടെ ഇഷ്ടം. ഒന്നര 3 ഇഞ്ച് വരെ അത് വലുതാക്കാം. 3 അല്ല 3.5 ഇഞ്ച് വരെയും വലുതാക്കാം. ഇതിപ്പോൾ വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡ്, പിങ്ക്. ഗ്രേ ആഷ് കളറിന്റെ ഈ സാധനമില്ലേ ഈ തൂങ്ങിക്കിടക്കുന്ന ഉള്ളി, അത് വേണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതൊന്നും എല്ലാവർക്കും അതൊന്നും ഇഷ്ടമില്ല. ഇഷ്ടമുള്ളവർക്ക് അത് വെച്ച് പോവാം, നല്ല ഭംഗിയാണ്. ഷോൾഡർ അതില്ലെന്നും പറഞ്ഞ് ഷോൾഡറിൽ നിന്നൊന്നും ഇറങ്ങി പോത്തോ നെക്ക് ഇറങ്ങി പോത്തൊന്നുമില്ല. അതൊരു സ്റ്റൈലിന് വേണ്ടി മാത്രം വെക്കുന്നതാണ്. ഒരു പിങ്കിന്റെ ഒരു ഷെയ്ഡ് കേട്ടോ. നല്ല വ്യായാമം. നിങ്ങളൊക്കെ അല്ലേ ഈസിയാണ്, പക്ഷെ നല്ല വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ മാത്രം ചിരിക്കാൻ തന്നെ ഇരിക്കുന്നല്ലേ. എന്നൊക്കെ കാരണം ഉണ്ടാക്കി എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. ചിരി ആയുസോ ആരോഗ്യം കൂട്ടുമെന്നല്ലേ പറയുന്നത്? ആണോ? അല്ലേ? നിന്നുറങ്ങുവാണോ? എൻ്റെ അപ്പാ. എല്ലാവരും ഓണം നമുക്ക് ഈ വർഷം ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ മലയാളിയല്ലേ, എല്ലാം കാലങ്ങൾ മായ്ക്കാത്ത മുറിവുകളില്ലെന്ന് പറഞ്ഞ പോലെ ഷോ മസ്റ്റ് ഗോ ഓൺ. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, നമുക്ക് ഓടിയേ തീരൂ അല്ലേ. അപ്പോൾ ഉള്ളതുകൊണ്ടൊക്കെ ഓണമൊക്കെ ചെറിയ ഓണമായിട്ടൊക്കെ ആഘോഷിക്കുക അല്ലേ. നമ്മൾ എന്നാ മനുഷ്യൻ ജീവിക്കുന്ന കഷ്ടപ്പെടാൻ വേണ്ടി മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഇടയ്ക്ക് ആഘോഷങ്ങളൊക്കെ വേണ്ടേ. അതിനാണ് നമ്മുടെ കാരണവന്മാർ പണ്ടുള്ള ആൾക്കാരായിട്ട് ഈ ഇങ്ങനെയുള്ള ദിവസങ്ങളും ആചാരങ്ങളും ഒക്കെ കൊണ്ടുവന്നേക്കുന്നത്. ഇന്നും അല്ലെങ്കിൽ കഷ്ടപ്പാട് ഇതൊക്കെ ആയി മാത്രമല്ലേ അല്ലേ. എന്നാ സുഖം ഒരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ഇന്ന് നമ്മൾ നെഗറ്റീവ് പറയേണ്ടതേ. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം തന്നിരിക്കുന്നു, അതിനെ മാത്രം നോക്കിച്ചാൽ മതി. ഞാൻ ഇന്ന് രാവിലെ അരണ്ടർ പറഞ്ഞല്ല, ഉരുണ്ട് വീണെങ്കിൽ അന്നേരം ഓർക്കണം, ഉരുണ്ട് വീണത് കൊണ്ട് ഞാൻ ഇന്ന് പോയില്ല, ഇന്നിടത്ത് ഞാൻ അവിടെ ഇരുന്നു, പോയാൽ അതിൽ കൂടെ ഒരു സംഭവിക്കുമായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റി വിട്ടാൽ മതി കുറേയൊക്കെ. പിന്നെ പകരം വെക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. മനുഷ്യന് പകരം വെക്കാൻ പറ്റാത്ത ദുഃഖങ്ങളുള്ളവരുണ്ട്. എൻ്റെ ദുഃഖമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതാ പറഞ്ഞത്, എല്ലാ ആറ്റിറ്റ്യൂഡും നമ്മുടെ കാഴ്ചപ്പാടാണ് എല്ലാത്തിനും കാരണം. ഇപ്പൊ വിദ്യ എന്തിനാണ് ഈ വേണ്ടെന്നും പറയുന്നത്? പറ, ഇപ്പൊ എന്തിനാണ് ഇത് പറയുന്നത്? ബ്ലൗസ് വിറ്റാ പോരെ, ബ്ലൗസ് കാണിച്ച പോരെ അല്ലേ. ബാക്ക് ഫ്രണ്ട് ഇങ്ങനത്തെ പ്രിന്റഡ് ബ്ലൗസ് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു എന്നാ പറയാ, ചുമ്മാ ഒന്നിട്ടേക്കാം. എൻ്റെ കൈക്കുള്ളൂ ഇന്ന് ലൂസ് വന്ന് 40 സൈസ് അല്ല. എനിക്കിപ്പം എണ്ണം കുറഞ്ഞ് എനിക്ക് എക്സൽ ആയിരുന്നു എൻ്റെ സൈസ്, ഇപ്പം ലാർജായി കേട്ടോ. കുർത്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്ലൗസിൻ്റെ കളക്ഷൻസ് തീർന്നു. ഞാൻ സാരിയും കൂടെ കൂട്ടി കാണിക്കണം, അല്ലെങ്കിൽ ചുരിദാർ സെറ്റും കൂടെ കൂട്ടി കാണിക്കണം എന്നോർത്തോണ്ടിരുന്നത്. പക്ഷെ ഓർഡർ എടുക്കാനുള്ള അഭീമമായ ബുദ്ധിമുട്ട്, നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പ്രാന്ത് പിടിക്കുന്ന കൂട്ട് ബുദ്ധിമുട്ടാണ് ബ്ലൗസ്, പ്ലെയിൻ സാരി ഇതൊക്കെ കാണിക്കുമ്പോഴേ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ബാക്കി സാധനങ്ങൾ കാണിക്കാത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനി ഷോൾ വിത്ത് പ്യുവർ ഒറിജിനൽ പാകിസ്ഥാനി ഷോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ സെമി വന്നിട്ടുണ്ട്, സെമിയുടെ സെമി വന്നിട്ടുണ്ട്. അതായത് റേറ്റ് തീരെ കുറഞ്ഞതും നല്ല റേറ്റ് ഉള്ളതും വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ ധാരാളം, ഒരു മിനിറ്റ് നാളെ കാണിക്കാൻ പോകുന്ന കേട്ടോ, ഞാൻ ഇപ്പോഴേ ചുമ്മാ ഒന്ന് കാണിക്കാം. ധാരാളം പ്രിന്റഡ് ഷോൾസ് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുള്ള പ്രിന്റഡ് ഷോൾസ്. ഞാൻ ഇതെൻ്റെ കസ്റ്റഡി കൊണ്ട് വെച്ചിരിക്കുമായിരുന്നേ, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പെട്ടെന്ന് എടുത്ത് കാണിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ലെങ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതെന്താ പ്രിന്റഡ് ഷോൾസ് ആണ് ഞാൻ വന്നിട്ടുണ്ട്.
ധാരാളം വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യാം. പിന്നെ പുതിയ എന്നാ പറയുന്നു, ഒത്തിരി സാധനങ്ങൾ ഏതാണ്ടെല്ലാം വീഡിയോ ചെയ്യാനുണ്ട്. ഇതെല്ലാത്തിലുപരി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളുടെ ഇപ്പം ബെസ്റ്റ് കമൻറ്റിൻ്റെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച വരെയാണ്. ബെസ്റ്റ് കമൻറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരാൾക്ക് ഏറ്റവും നല്ല ഒരു സാരി, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം 1400 രൂപയുടെ സാരിയാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഈ പ്രാവശ്യം ഒട്ടും മോശമല്ലാത്ത ഒരു സാരി ഗിഫ്റ്റായിട്ട് കൊടുക്കും. അതുകൊണ്ട് ബെസ്റ്റ് കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.